രാമൻ മിത്തോളജി. രചന ദേവ്ദത്ത് പട്നായിക്. വിവർത്തനം ദേശമംഗലം രാമകൃഷ്ണൻ. ശബ്ദം നൽകുന്നത് ഭാസ്കരൻ ചേലേമ്പ്ര. പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറിറ്റെൽ ആൻഡ് DC ബുക്സ് 2021, എ DC ബുക്സ് പ്രൊഡക്ഷൻ. അധ്യായം 1. രാമായണത്തിലെ മുഖ്യ കഥാപാത്രം. കൗസല്യ സുപ്രജാ രാമ പൂർവസന്ധ്യാ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാഹ്നികം. പ്രത്യവധി ഭായങ്കാരം അന്നംഗരാചാര്യരുടെ വെങ്കടേശ സുപ്രഭാതത്തിൽ നിന്ന്. മലയാള പരിഭാഷ. കൗസല്യയ്ക്ക് പ്രിയപുത്രനാം രാമ സുപ്രഭാതമായി ഉണർന്നാലും, മർത്യർക്കിടയിലെ ശാർദൂല സന്തുഷ്ടനായി കണ്ണു തുറന്നാലും, ചെയ്താലും ദിനവൃത്തികൾ. ധർമ്മിഷ്ഠനായ നായകൻ. ഹിന്ദുമതത്തിൽ ഏറ്റവും ആരാധ്യമായ ഗ്രന്ഥങ്ങളിലൊന്നായ രാമായണം രാമൻ എന്ന രാജകുമാരന്റെ കഥയാണ് പറയുന്നത്. അയോധ്യയിലെ രാജാവായ ദശരഥന് 3 ഭാര്യമാരുണ്ടായിരുന്നു. പക്ഷേ കുഞ്ഞുങ്ങളുണ്ടായില്ല. ആകയാൽ ദൈവങ്ങളെ പ്രസാദിപ്പിക്കുവാൻ അദ്ദേഹം ഒരു യാഗം നടത്തി. അവർ അദ്ദേഹത്തിന് ഒരു മാന്ത്രിക ഔഷധം നൽകി. രാജാവ് അത് 3 ഭാര്യമാർക്കുമായി പങ്കുവെച്ചു നൽകി. തക്ക കാലത്തിനുള്ളിൽ രാജ്ഞിമാർ 4 മക്കൾക്ക് ജന്മം നൽകി. പ്രമുഖ രാജ്ഞിയായ കൗസല്യ പെറ്റ രാമനാണ് മൂത്തവൻ. ദശരഥന്റെ ഇഷ്ടറാണിയായ കൈകേയി പ്രസവിച്ച ഭരതനാണ് രണ്ടാമൻ. 3-ാമത്തെ ഭാര്യയായ സുമിത്ര ഇരട്ട പെറ്റു. ആ സഹോദരന്മാരാണ് ലക്ഷ്മണനും ശത്രുഘ്നനും. വസിഷ്ഠ മഹർഷിയുടെ ശിക്ഷണത്തിൽ രാമൻ ബാല്യവിദ്യാഭ്യാസം പൂർത്തിയാക്കി. അങ്ങനെയിരിക്കെ രാക്ഷസന്മാരുടെ ആക്രമണത്തിൽ നിന്നും വിശ്വാമിത്ര മഹർഷിയുടെ ആശ്രമം സംരക്ഷിക്കുന്നതിന് രാമൻ നിയുക്തനായി. വിശ്വാമിത്ര മഹർഷിയുടെ കൂടെയായിരുന്ന കാലത്ത് രാമൻ വളരെയേറെ രാക്ഷസന്മാരെ കൊന്നൊടുക്കി. അക്കൂട്ടത്തിൽ താടക എന്നൊരു രാക്ഷസിയും പെടും. രാമന്റെ വീരകർമ്മങ്ങളാൽ വിശ്വാമിത്രൻ സന്തുഷ്ടനായി. സാധാരണ അസ്ത്രങ്ങളെ ശക്തമായ ശസ്ത്രങ്ങളാക്കി മാറ്റാനുള്ള മാന്ത്രിക വിദ്യകളും അദ്ദേഹം രാമനെ പഠിപ്പിച്ചു. വിദേഹരാജ്യത്തിന്റെ തലസ്ഥാനമായ മിഥിലയിലേക്കാണ് പിന്നീട് രാമനെ വിശ്വാമിത്രൻ കൂട്ടിക്കൊണ്ടുപോയത്. പോകുന്ന വഴിക്കാണ് ഗൗതമമുനിയുടെ ആശ്രമം. അവർ അവിടേക്ക് ചെന്നു. മുനിയുടെ ശാപത്താൽ അദ്ദേഹത്തിന്റെ ഭാര്യ അഹല്യ ഒരു ശിലയായി മാറിയിരുന്നു. അവൾ പാതിവൃത്യഭംഗം വരുത്തിയെന്ന കുറ്റം ആരോപിച്ചാണ് ഗൗതമൻ ശപിച്ചത്. ശ്രീരാമൻ ആ ശിലയിൽ പാദമൂന്നിയതും ഉടനെ തന്നെ അഹല്യയ്ക്ക് ശാപമോക്ഷം കിട്ടി. അത്രമേൽ ശക്തമായിരുന്നു രാമഹൃദയത്തിന്റെ പാവനത്വം. വിദേഹരാജ്യത്തെ രാജാവാണ് ജനകൻ. മിഥിലയിൽ അദ്ദേഹം നടത്തുന്ന സ്വയംവരത്തിൽ രാമൻ പങ്കെടുത്തു. അവിടെ ജനകന്റെ അധീനതയിലുള്ള അതിശക്തമായ ശൈവചാപം രാമൻ കയ്യിലേന്തി കുലച്ചു. ഈ ശക്തിപ്രകടനം കണ്ട് സന്തുഷ്ടനായ ജനകൻ തന്റെ മകളെ സീതയെ രാമന് പാണിഗ്രഹണം ചെയ്തുകൊടുത്തു. സീത ഒരു സാധാരണ സ്ത്രീ ആയിരുന്നില്ല. തനിക്ക് ഉഴവുചാലിൽ നിന്ന് കിട്ടിയ ആ പെൺകുഞ്ഞിനെ ജനകൻ സ്വന്തം മകളാക്കി വളർത്തി. രാമൻ അയോധ്യയിലേക്ക് മടങ്ങിവരികയേ വേണ്ടൂ. വന്നാലുടനെ കിരീടധാരണം നടത്തി രാജാവായി വാഴിക്കണമെന്നും അങ്ങനെ ലൗകിക ജീവിതഭാരങ്ങളിൽ നിന്ന് മുക്തനാകണമെന്നും ദശരഥൻ തീരുമാനിച്ചിരുന്നു. അതിനിടയ്ക്ക് നിർഭാഗ്യകരമായ ഒരു സംഭവമുണ്ടായി. ശ്രീരാമ പട്ടാഭിഷേകത്തിന്റെ തലേനാൾ അതിനെതിരെയുള്ള നിലപാടെടുപ്പിക്കാൻ പാകത്തിൽ ദാസിയായ മന്ധര കൈകേയിയുടെ മനസ്സിനെ ദുഷിപ്പിച്ചിരുന്നു. മുൻപൊരു യുദ്ധത്തിൽ ജീവന്മരണഘട്ടത്തിലെത്തിയ ദശരഥനെ രക്ഷിച്ചത് കൈകേയിയുടെ ശ്രദ്ധോപായമായിരുന്നു. അതിൽ സന്തുഷ്ടനായ രാജാവ് കൈകേയിക്ക് 2 വരങ്ങൾ നൽകിയിരുന്നു. അതിനു തക്ക അവസരമാണിതെന്ന് കണ്ട് ആ വരങ്ങൾ അനുവദിച്ചു തരാൻ ഭർത്താവിനോട് കൈകേയി ആവശ്യപ്പെട്ടു. അതിൽ ഒന്നാമത്തേത് തന്റെ മകൻ ഭരതനെ രാജാവായി വാഴിക്കുക എന്നതാണ്. രണ്ടാമത്തേതാകട്ടെ രാമൻ താപസനായി 14 വർഷം വനവാസത്തിൽ കഴിയുക എന്നതും. ദശരഥൻ വാക്കു പാലിക്കുന്നതിനായി രാമൻ
Sample complete. Ready to continue?